ഞാൻ മമ്പ്ര പുരുഷോത്തമൻ, കോൺഗ്രസ് യുവജന അസംബ്ലി കേരള ചെയർമാൻ. സാമൂഹികാരോഗ്യ രംഗത്ത് കേരളം കൈവരിച്ച നേട്ടങ്ങളെ അസ്തശക്തമാക്കുന്ന വിധത്തിലാണ് പേവിഷവാത പ്രശ്നം നമ്മുടെ ജനജീവിതത്തെ പിടിച്ചുലക്കുന്നത്. തെരുവ് നായ്ക്കളെ രോഗപ്രതിരോധമാക്കുന്നതിനുള്ള ഒരു നവീന തന്ത്രം ആവിഷ്കരിക്കുന്നതിൽ പന്തേ കുതിരയുടെ ഗതിവേഗത്തിൽ പ്രവർത്തിക്കുവാൻ കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് പ്രതിജ്ഞാബദ്ധമാവേണ്ടതുണ്ട്. തെരുവ് നായ്ക്കളെ കൊല്ലാൻ അനുവദിക്കാത്ത കേന്ദ്ര നിലപാടാണ് കേരളത്തിലെ പേവിഷവാത പ്രശ്നത്തിന് കാരണമാകുന്നതെന്ന് മന്ത്രി എം പി രാജേഷിന്റെ കണ്ടെത്തൽ ഗൗരവമായ ഒരു വിഷയത്തിൽ ലഘൂകരിക്കാനുള്ള ശ്രമം മാത്രമല്ല, ഉത്തരവാദിത്തത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടവും കൂടിയാണ്. തെരുവ് നായ്ക്കളെ കൊല്ലാതെ തന്നെ പേവിഷവാത പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു മാതൃക കണ്ടെത്താൻ നമ്മുടെ വൈറോളജിസ്റ്റുകൾക്കും വെറ്ററിനറി സർവകലാശാലകളുടെ വിദഗ്ധ ഡോക്ടർമാർക്കും ഗവൺമെന്റ് സ്ഥിരകേന്ദ്രങ്ങളിൽ ഇരിക്കുന്ന കസേര പണ്ഡിതന്മാർക്കും സാധിക്കുന്നില്ല എന്നതിന്റെ സാക്ഷ്യപത്രം കൂടിയാണ് എം പി രാജേഷിന്റെ വാക്കുകളിൽ നിന്ന് മറനീക്കി പുറത്തു വരുന്നത്. കേരളത്തിലെ ബഹുജന ശബ്ദത്തെ അതിശക്തമായി സംശീകരിക്കുന്ന കോൺഗ്രസ് ജനപക്ഷ അസംബ്ലി കേരളത്തിന് അനുയോജ്യമായ ഒരു പേവിഷവാത പ്രതിരോധ തന്ത്രം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെയും ആരോഗ്യവകുപ്പ് മന്ത്രിയുടെയും സവിശേഷ ശ്രദ്ധയ്ക്ക് വേണ്ടി ഇവിടെ സമർപ്പിക്കുകയാണ്. വളർത്തു നായ്ക്കൾക്ക് പ്രതിരോധ കുത്തിവയ്പ് നിർബന്ധമാക്കിയിട്ടുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ നായ്ക്കളിൽ നിന്ന് മനുഷ്യർക്ക് പേപ്പട്ടി വിഷബാധ ഉണ്ടാകുന്നില്ല. ജർമ്മനിയിൽ ജനങ്ങൾക്ക് പേവിഷബാധ ഉണ്ടാക്കുന്നതിൽ ഏറ്റവും വലിയ കാരണക്കാരായത് നാട്ടിൻപുറങ്ങളിലും കാടുകളിലുമുള്ള കുറുക്കന്മാരായിരുന്നു. അതുകൊണ്ട് തന്നെ അപകടകാരികളായ കുറുക്കന്മാർക്ക് വായ വഴി കൊടുക്കാവുന്ന ഒരു പേവിഷ വാക്സിൻ ഉണ്ടാക്കുന്നതിനുള്ള ഗവേഷണത്തിന്റെ ഭാഗമായി ജർമ്മനിയിലെയും സ്വിറ്റ്സർലൻഡിലെയും ശാസ്ത്രജ്ഞന്മാർ സംയുക്തമായി ഉണ്ടാക്കിയ SADB19 ട്യൂബിൻകൻ എന്ന പേവിഷ പ്രതിരോധ വാക്സിൻ ലോകശ്രദ്ധ പിടിച്ചുപറ്റി. പ്രസ്തുത വാക്സിൻ കോഴിത്തലകളിൽ ഇഞ്ചക്ട് ചെയ്തും ഉണക്ക മത്സ്യപ്പൊടി കൊണ്ടുണ്ടാക്കിയ ഫിഷ് മീൽ കേക്കുകൾ ഒളിപ്പിച്ചു വെച്ചും നാടിന്റെ നാനാഭാഗങ്ങളിൽ വിതറിക്കൊടുത്തു. ഈ മരുന്ന് കഴിക്കുന്ന കുറുക്കന്മാർക്ക് 4 ആഴ്ച കഴിയുമ്പോൾ പേവിഷ പ്രതിരോധ ശേഷി കൈവരുന്നതായും ഈ പ്രതിരോധ ശക്തി 13 മാസത്തോളം നിലനിൽക്കുന്നതായും നിരീക്ഷിക്കപ്പെട്ടു. 75% കുറുക്കന്മാരെ ഇങ്ങനെ വാക്സിനേറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ പേവിഷം തുടച്ചു നീക്കപ്പെടുമെന്നാണ് കരുതപ്പെടുന്നത്. പിന്നീട് 9 മാസം കഴിഞ്ഞാൽ ഈ മരുന്ന് വീണ്ടും ഒരിക്കൽ കൂടി വിതരണം ചെയ്യുന്നതോടെ വിഷസംക്രമത്തിന്റെ ചങ്ങല അറ്റുപോകും. 1986 മാത്രം 7 ലക്ഷം വാക്സിൻ ഗുളികകളാണ് കുറുക്കന്മാർ സഞ്ചരിക്കുന്ന സ്ഥലങ്ങളിൽ വിതറിക്കൊടുത്തത്. അതുവഴി ജർമ്മനി സമ്പൂർണ്ണ പേവിഷ പ്രതിരോധം കൈവരിക്കുകയും ചെയ്തു. ഈ മാതൃക അനുകരിച്ചാൽ കേരളത്തെ സമ്പൂർണ്ണമായി പേവിഷ മുക്ത സംസ്ഥാനമായി മാറ്റാൻ സാധിക്കുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. വാക്സിൻ എടുത്തിട്ടും ജീവൻ വെടിയേണ്ടി വന്ന പത്തനംതിട്ടയിലെ 13 വയസ്സുകാരി ഭാഗ്യലക്ഷ്മിയുടെയും മലപ്പുറത്തെ 6 വയസ്സുള്ള പിഞ്ചോമന സിയാം ഫാരിസിന്റെയും ഏറ്റവും ഒടുവിലായി കൊല്ലം കുന്നിക്കോട്ടുള്ള 7 വയസ്സുകാരി നിയ ഫൈസലിന്റെയും ഓർമ്മകൾക്ക് മുമ്പിൽ ബാഷ്പാഞ്ജലി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. മമ്പ്ര പുരുഷോത്തമൻ, കോൺഗ്രസ് ജനപക്ഷ അസംബ്ലി കേരള ചെയർമാൻ.